ബിജു രാധാകൃഷ്ണന്റെ സ്ഥാപനങ്ങളിൽ എന്തു നടക്കുന്നു എന്നറിയാൻ ദിവസങ്ങൾ നീണ്ട അന്വേഷണമാണ് ഞങ്ങൾ നടത്തിയത്. 3 സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് തേടി ഇടനിലക്കാരായി ഞങ്ങൾ മെറിഡിയൻ എന്ന കാക്കനാട്ട സ്ഥാപനത്തിൽ എത്തി. ഓഫീസിന്റെ സ്വീകരണ മുറിയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതാനും സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ ഇരിക്കുന്നു. കയ്യിലെ തുണിസഞ്ചികൾക്കുള്ളിൽ നോട്ടുകെട്ടുകൾ. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം തമിഴ്നാട് സ്വദേശികൾക്ക് ബിജു രാധാകൃഷ്ണന്റെ മുറിയിലേക്ക് വിളിയെത്തി. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് സന്തോഷത്തോടെ തമിഴ്നാട് സ്വദേശികൾ പുറത്തിറങ്ങി. പണം അകത്തെ ക്യാബിനിൽ കൈമാറിയതായി വ്യക്തം. കോടികളുടെ CSR ഫണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുമെന്ന വാഗ്ദാനം ബിജുവിൽ നിന്ന് ലഭിച്ചതായി പുറത്തിറങ്ങിയവരുടെ മുഖഭാവങ്ങളിൽ വ്യക്തം. പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലേക്ക് ഞങ്ങൾക്ക് വിളിയെത്തിയത്. ആലപ്പുഴ സൈബർ സെല്ലിൽ നിന്നും വിരമിച്ച പോലീസുകാരൻ എന്ന് പരിചയപ്പെടുത്തിയ വേണുഗോപാൽ എന്നയാൾ ഞങ്ങൾക്ക് മുന്നിലെത്തി. സൈബർ പോലീസ് അപ്പൊ സൈബർ പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോൾ എന്റെ സ്ഥിരം ജോലി ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്കാൻ പോയപ്പോ ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് അങ്ങനെ പലസത്തിൽ ക്ലാസ് പോകുന്നത് പോലീസാണെന്ന് അറിയാതെ പലരും ചോദിച്ചിട്ടുണ്ട്. മതിയായ രേഖകൾ നൽകി പണവുമടച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ കോടികളുടെ CSR ഫണ്ട് തരപ്പെടുത്തി നൽകുമെന്ന് വാഗ്ദാനം. പുതിയ സംഘടന രൂപീകരിക്കുന്നതിനും സഹായം നൽകും. തട്ടിക്കൂട്ട് സംഘടനകൾക്കും പണം വാങ്ങി നൽകാൻ വഴിയുണ്ടെന്ന് വേണുഗോപാലിന്റെ പ്രലോഭനം. നമ്മൾ ഈ CSR ഫണ്ടുകൾ കൂടാതെ നമ്മളിപ്പോൾ പിന്നെ ഡയറക്റ്റ് എയ്ഡ് പ്രോഗ്രാം വിദേശ രാജ്യങ്ങളുടെ ഫണ്ടുകളുണ്ട്, എംബസികളുടെ ഫണ്ടുകളുണ്ട്. അതുകൂടാതെ ഈ ഡോണേഴ്സിന്റെ കൺസോർഷ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ലോകം മൊത്തം ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള ഈ ആരുമായിട്ടും വേറെ ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ സ്വന്തം ചെറിയ ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ്സിനകത്ത് പിന്നെ മറ്റ് ഇതിനെക്കുറിച്ചൊന്നും ലാഭം കൊണ്ടുപോയിട്ടൊന്നുള്ളതല്ല. പക്ഷെ ചാരിറ്റി ആക്ടിവിറ്റിക്ക് ഒരു 1 ലക്ഷം രൂപ എല്ലാ വർഷം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്.